നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 2ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ബോവാസ് ആരാണ്? ബോവാസ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ബോവാസ് എലിമലേക്കിൻ്റെ ചാർച്ചക്കാരനും വളരെ വലിയ ധനികനുമായിരുന്നു. ബോവാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബലം, ശക്തി എന്നൊക്കെയാണ്. ഹു ഈസ് ബോവാസ്? വാട്ട് ഡസ് ദ വേർഡ് ബോവാസ് മീൻ? Boaz was a relative of Elimelech and a very affluent man. The meaning of the word Boaz is strength, power and so on. ബോവാസ് എന്ന പദത്തിൻ്റെ അതേ അർത്ഥമുള്ള പേരുകളുള്ള ഇസ്രായേലിൻ്റെ വിമോചകർ ആരെല്ലാം? ഗിദയോനും യിപ്താഹും. Who are the liberators of Israel whose names have the same meaning as that of Boaz? Answer: Gideon and Jephthah. ശലോമോൻ്റെ ദേവാലയത്തിലെ ഇടതുവശത്തെ സ്തൂപത്തിൻ്റെ പേര് എന്താണ്? അല്ലെങ്കിൽ ശലോമോൻ്റെ ദേവാലയത്തിലെ ഇടതുവശത്തെ സ്തൂപത്തിൻ്റെ പേരും ഡാഷ് എന്നാണ്. ഉത്തരം: ബോവാസ്. ദ പില്ലർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് സോളമൻസ് ടെമ്പിൾ വാസ് ഓൾസോ കോൾഡ് ആസ് ബോവാസ്. ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യ പടി എന്താണ്? അറിയിച്ചിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യപടി. What is the first step in a believer's spiritual growth? The first step for the spiritual growth of a believer is the unassuming and earnest dedication to the truth that has been revealed. രൂത്തിൻ്റെ മോവാബിൽ നിന്നുള്ള മോചനവും ബേത്ലഹേമിലേക്കുള്ള വരവും എന്തിൻ്റെ മുൻകുറിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്? ഭാവിയിൽ നടക്കുവാൻ പോകുന്ന അതുല്യ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമായിട്ട്. Liberation of Ruth from Moab and arrival in Bethlehem is described as a foreshadowing of what? We can consider the liberation of Ruth from Moab and her arrival at Bethlehem at the time of the barley harvest as indications of an exemplary redemption story that was imminent. ബോവാസിനെ കണ്ടുമുട്ടാൻ രൂത്തിനെ സഹായിച്ച പ്രധാന ഘടകം എന്തായിരുന്നു? രൂത്തിൻ്റെ അറിവ് പരിമിതമാണെങ്കിലും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന നന്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അനുഭവിക്കാനുമുള്ള അഭിവാഞ്ച അവളുടെ ഹൃദയത്തിനുണ്ടായിരുന്നു. ആ തീഷ്ണതയാണ് ബോവാസിനെ കണ്ടുമുട്ടാൻ അവളെ സഹായിച്ചത്. വാട്ട് വാസ് ദ മെയിൻ ഫാക്ടർ ദാറ്റ് ഹെൽപ്ഡ് റൂത്ത് മീറ്റ് ബോവാസ്? ഈവൻ ദോ റൂത്ത്സ് നോളേജ് വാസ് ലിമിറ്റഡ്, ഷി ഹാർബേർഡ് ഇൻ ഹെർ ഹാർട്ട് ദാറ്റ് ഡിസൈർ ടു ഫർദർ ഹെർ നോളേജ് ആൻഡ് ടു എക്സ്പീരിയൻസ് ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ഗോഡ് ഗിവ്സ് ടു ഹിസ് പീപ്പിൾ. ഇറ്റ് ഈസ് ദിസ് സീൽ ദാറ്റ് ഹെൽപ്ഡ് ഹെർ ടു മീറ്റ് ബോവാസ്. നവോമിയെ അനുഗമിക്കുന്നതിനും നവോമിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവോമിയിൽ രൂപം കൊണ്ടിരുന്ന സർവ്വത്തിനോടും പറ്റിച്ചേരുന്നതിനും പ്രധാന കാരണം എന്താണ്? നവോമിയെ അനുഗമിക്കുന്നതിനും നവോമിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവോമിയിൽ രൂപം കൊണ്ടിരുന്ന സർവ്വത്തിനോടും പറ്റിച്ചേരുന്നതിനും പ്രധാന കാരണം രൂത്തിലുള്ള ത്യാഗ മനോഭാവമാണ്. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ റൂത്ത് ടു അക്കമ്പനി നവോമി? ട്രസ്റ്റ് Naomi's God and identify with all that Naomi stood for. It was mainly her sacrificial attitude that prompted her to accompany Naomi, to trust Naomi's God and identify with all that Naomi stood for. രൂത്തിൻ്റെ കഥയും പുതിയ നിയമത്തിലെ ജ്ഞാനായക്കാരി സ്ത്രീയുടെ കഥയും തമ്മിലുള്ള സാമ്യം എന്താണ്? രൂത്ത് 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ താൻ ഒരു അപരിചിതയും മറ്റൊരു ദേശത്തിൽ നിന്നുള്ള ആളുമാകയാൽ യഹൂദനായ ബോവാസിൻ്റെ പരിഗണനയ്ക്ക് താൻ അർഹയാകില്ല എന്ന് രൂത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്നാൽ അവൾ അവളുടെ ശ്രമത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നത് വ്യക്തമാണ്. പുതിയ നിയമത്തിൽ ജ്ഞാനായക്കാരുടെ സ്ത്രീയുടെ കഥ പോലെയാണിത്. തൻ്റെ അയോഗ്യത താൻ തിരിച്ചറിഞ്ഞിട്ടും അപേക്ഷയുടെ ശക്തി കൂട്ടി അവൾക്ക് ക്രിസ്തു നൽകിയ സംരക്ഷണവും കരുതലും മത്തായി 15 അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. What is the similarity between the story of Ruth and the story of Canaanite woman in the New Testament? We can understand from Ruth chapter 2 verse 8 to 11 that Ruth understood perfectly that as a stranger and foreigner, she would not be able to earn the consideration of Boaz, who was a Jew. However, she did not give up her efforts. This is like the story of the Canaanite woman in the New Testament. Even after recognizing her unworthiness, by continuing her fervent appeal, she received protection and consideration from Christ, as is shown in Matthew chapter 15 verse 21 to 28. രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പാഠം എന്താണ്? കർത്താവിന് വേണ്ടി പഴയ ഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ്
ഒരു പ്രധാന പാഠമായി രൂത്തിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ കാണുന്നത്. What is an important lesson of the book of Ruth? An important lesson that stands out in the book of Ruth is above the magnificent reward that God grants to those who sacrifice their past comforts for the sake of the Lord. രൂത്തിൻ്റെ സമർപ്പണത്തിന് ബോവാസ് നൽകിയ വലിയ പ്രതിഫലം എന്താണ്? രൂത്തിൻ്റെ സമർപ്പണത്തിന് ബോവാസ് നൽകിയ വലിയ പ്രതിഫലമാണ് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ അവളെ ക്ഷണിക്കുന്നതും കഷണം ചാരൽ മുക്കുവാൻ അനുവദിച്ചതും. What is the Boaz' greatest reward for Ruth's dedication? Boaz invites Ruth to have the meal with him and permits her to dip her piece of bread in the vinegar as a great reward for her dedication. രൂത്തിനെ ബോവാസ് ബഹുമാനിച്ചതിന് കാരണമെന്ത്? നയപ്രമാണം പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന യഹൂദവർഗത്തിൽപ്പെട്ടവളല്ലെങ്കിലും അവൾ മോവാബ് ദേശം ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആശ്രയിച്ച് വന്നിരിക്കുന്നതിനാലാണ് ബോവാസ് അവൾക്ക് കൂടുതൽ ബഹുമാനവും ആദരവും നൽകിയത്. What is the reason that Boaz respected Ruth? Because she was abandoned to Moab and sought refuge in the God of Israel, Boaz is extending greater respect and honor to her even though she does not belong to the Jewish tribe that claims to follow the law. ബോവാസ് രൂത്തിന് വേണ്ടി ബാല്യക്കാർക്ക് നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെല്ലാം? അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്നിങ്ങനെയാണ് ബോവാസ് രൂത്തിന് വേണ്ടി ബാല്യക്കാർക്ക് നിർദ്ദേശം നൽകുന്നത്. ഇത് രൂത്ത് 2-ാം അധ്യായം 15-16 വാക്യങ്ങളിലാണ് ഉള്ളത്. What specific instructions does Boaz give to the workers of Ruth? According to Ruth chapter 2 verse 15 and 16, Boaz told the workers, "Let her glean even among the sheaves and do not reproach her. Also let grains from the bundle fall purposely for her. Leave it that she may glean and do not rebuke her." Thank you for watching. See you in next video.